ഹായ് ഓൾ, വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിലെ ട്രിപ്പിൾ ബ്രാഞ്ചിൻ്റെ തേർഡ് സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ, അതായത് PCEET 303 DCMT എന്നുള്ള സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 2 DC മോട്ടോർ, ആ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഡിസ്കസ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ DC മോട്ടോറായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പവർ ഫ്ലോ ഡയഗ്രാം, ലോസസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് എ DC മോട്ടോർ. പവർ ഫ്ലോ ഡയഗ്രാം, ലോസസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് എ DC മോട്ടോർ. പവർ ഫ്ലോ ഡയഗ്രാം ചോദിക്കാം, ലോസസ് ചോദിക്കാം, എഫിഷ്യൻസി ചോദിക്കാം. പക്ഷേ പരസ്പരം എല്ലാം കണക്റ്റഡ് ആണ്. മൂന്ന് ടോപ്പിക്കായിട്ട് ചോദിക്കാം, പക്ഷേ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. ദിസ് ഈസ് ദ പവർ ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ പവർ സ്റ്റേജ് ഓഫ് എ DC മോട്ടോർ എന്ന് ചോദിക്കാം കേട്ടോ. പവർ ഫ്ലോ ഡയഗ്രാം അല്ലെങ്കിൽ പവർ സ്റ്റേജ് ഓഫ് എ DC മോട്ടോർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആദ്യം തന്നെ വരയ്ക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോറിൻ്റെ ഇൻപുട്ട് പവർ എന്താ? ഇലക്ട്രിക്കൽ പവർ V × I. അപ്പോൾ ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ട്, ഇലക്ട്രിക്കൽ ലോസ് അഥവാ കോപ്പർ ലോസ്. അപ്പോൾ ആദ്യം മോട്ടറിലേക്ക് കൊടുക്കുന്ന പവർ ഇലക്ട്രിക്കൽ പവർ. അപ്പോൾ മോട്ടർ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുത്തതുകൊണ്ട് അവിടെ ഇലക്ട്രിക്കൽ ലോസ് അഥവാ കോപ്പർ ലോസ് അഥവാ I²R ലോസ് സംഭവിക്കും. അപ്പോൾ കോപ്പർ ലോസിന് പറയുന്ന വേറെ പേരാണ് I²R ലോസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലോസ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസാണ് ഇലക്ട്രിക്കൽ ലോസ്. ആ റെസിസ്റ്റൻസ് ഉള്ള വൈൻഡിങ്ങിലൂടെ 5 ആംപിയർ കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ലോസാണ് I²R ലോസ്. ഇത് കോപ്പറിലാണ് ഇത് സംഭവിക്കുക, അതുകൊണ്ട് ഇതിനെ കോപ്പർ ലോസ്. അങ്ങനെ ബൈഹാർട്ട് ചെയ്യണ്ട. അപ്പോൾ എവിടെയൊക്കെ വൈൻഡിങ് ഉണ്ടോ അതൊക്കെ മിക്കവാറും അത് കോപ്പർ ആയിരിക്കും. അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ആ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ റെസിസ്റ്റൻസ് ഉള്ള കോപ്പർ വൈൻഡിങ്ങിലൂടെ 5 ആംപിയർ കറണ്ട് സംഭവിക്കുമ്പോൾ 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസാണ് I²R ലോസ്. ഇലക്ട്രിസിറ്റിയാണ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസാണ് ഇലക്ട്രിക്കൽ ലോസ്. അത് കോപ്പറിൽ സംഭവിക്കുന്ന ലോസ് ആയതുകൊണ്ട് അതിനെ കോപ്പർ ലോസ്. പേര് ഓർത്ത് വെക്കാൻ എളുപ്പം. ഫാനിൽ വൈൻഡിങ് ഉണ്ട്, അപ്പോൾ അവിടെ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ കോപ്പർ ഉണ്ട്, കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, കോപ്പർ ലോസ് ഉണ്ട്. മോട്ടറിൽ വൈൻഡിങ് ഉണ്ട്, കോപ്പറാണ്, അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ട്, കോപ്പർ ലോസ് ഉണ്ട്. മനസ്സിലാക്കാം. ട്രാൻസ്ഫോർമറിൽ വൈൻഡിങ് ഉണ്ട്, അപ്പോൾ അത് എവിടെയൊക്കെ വൈൻഡിങ് ഉണ്ട് അതിലൂടെയൊക്കെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ കോപ്പർ ലോസ് ഉണ്ടാവും. അപ്പോൾ DC മോട്ടോറിലേക്ക് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ട്, ഇലക്ട്രിക്കൽ ലോസ് ഓർ എല്ലാ പേരുകളും പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പേര് പഠിച്ചാൽ പോരാ. ഇലക്ട്രിക്കൽ ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ് അല്ലെങ്കിൽ I² ലോസ് ഉണ്ടായി. അത് കഴിച്ച് ബാക്കി, അതായത് ഇലക്ട്രിക്കൽ ഇൻപുട്ട് മൈനസ് ഇലക്ട്രിക്കൽ ലോസ് ഇസ് ഈക്വൽ ടു മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ മോട്ടോർ. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ മോട്ടോർ ഇസ് ഈക്വൽ ടു EB × IA, ബാക്ക് EMF × ആർമേച്ചർ, വോൾട്ടേജ് × കറന്റ്. ഇവിടെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന EMF ആണ് EB × IA. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻപുട്ട് പവർ മൈനസ് ഇലക്ട്രിക്കൽ ലോസ് ഇസ് ഈക്വൽ ടു മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ അല്ലെങ്കിൽ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ മോട്ടോർ. അതിൻ്റെ ഇക്വേഷൻ എന്താ? EB × IA. ഇലക്ട്രിക്കൽ ഇൻപുട്ട് പവറിൻ്റെ ഇക്വേഷൻ എന്താ? V × IL. ഇനി മെക്കാനിക്കലായിട്ടുള്ള ആക്ഷൻ അവിടെ നടന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുത്തു, മെക്കാനിക്കലായിട്ടുള്ള പവർ അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പവർ ഉണ്ടാകുമ്പോഴാണ് എന്ത് നടക്കുന്നത്? റൊട്ടേഷൻ നടക്കണേ. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുത്തു, ലോസ് ഉണ്ടായി, മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും മോട്ടോർ കറങ്ങാൻ തുടങ്ങണേ. ദെൻ മെക്കാനിക്കലായിട്ട് കറങ്ങാൻ തുടങ്ങിയാൽ മെക്കാനിക്കൽ ലോസ് ഉണ്ടാവും. അത് ഫ്രിക്ഷൻ ലോസ്, വിൻറ്റേജ് ലോസ്, അതേപോലെ തന്നെ അയേൺ ലോസ്. മെക്കാനിക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ മെഷീൻ കറങ്ങുമ്പോൾ ഫ്രിക്ഷൻ, ഘർഷണം. കാറ്റ്, വിൻറ്റേജ് മീൻസ് വൈൻറ്റേജ് അല്ല കേട്ടോ, വിൻറ്റേജ് കാറ്റ് മൂലം ഉണ്ടാകുന്ന ലോസ്. അപ്പോൾ മെക്കാനിക്കൽ ലോസ്. അയേൺ ലോസ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കോറുണ്ടോ അവിടെയൊക്കെ കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ്. കാരണം കോറുമയാണ് വൈൻഡിങ് ചുറ്റുക, എന്നിട്ടാണ് ഇലക്ട്രിസിറ്റി വൈൻഡിങ്ങിലൂടെ കടത്തിവിടുക. അപ്പോൾ ആ കോറിൽ സംഭവിക്കുന്ന ലോസാണ് കോർ ലോസ്. കോറിൽ അയേണിൻ്റെ കണ്ടന്റ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് അയേൺ ലോസ്. കോറ് മാഗ്നറ്റ് ആയിട്ട് മാറും, അതിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലോസ്. അപ്പോൾ ഒരു ലോസ് ഇത്, 2 കോർ ലോസ് അല്ലെങ്കിൽ അയേൺ ലോസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോസ്. കോർ ലോസ് ഓർ അയേൺ ലോസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോസ്. കോർ ലോസ് അല്ലെങ്കിൽ അയേൺ ലോസ് ഓർ മാഗ്നറ്റിക് ലോസ്. അപ്പോൾ 3 മെക്കാനിക്കൽ ലോസ്. ഇങ്ങനെ പ്രധാനമായിട്ട് 3 ലോസാണ് ഉണ്ടാവുക കേട്ടോ. ഒരു DC മോട്ടോറിൽ പ്രധാനമായിട്ട് 3 ലോസ്. മെഷീൻ കറങ്ങുന്നു, അപ്പോൾ മെക്കാനിക്കൽ ലോസ് ഉണ്ട്. മെഷീനിൽ വൈൻഡിങ് ഉണ്ട്, ആ വൈൻഡിങ്ങിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കോപ്പർ ലോസ്. മെഷീനിൽ കോർ ഉണ്ടെങ്കിൽ, പച്ചിരുമ്പ് കോർ അല്ലെങ്കിൽ അയണിൻ്റെയോ അല്ലെങ്കിൽ എന്താ പറയുക സിലിക്കൺ സ്റ്റീലിൻ്റെ എന്തെങ്കിലും കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോർ ലോസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ട് 3 ലോസുകളാണ്. ഒന്ന് കോപ്പർ ലോസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലോസ് ഓർ I² ലോസ്. 2 കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലോസ്. 3 മെക്കാനിക്കൽ ലോസ്. മനസ്സിലായ? അപ്പോൾ ഈ മെക്കാനിക്കൽ ലോസ് കഴിച്ച് ബാക്കി വരുന്ന പവറാണ് ഷാഫ്റ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ അല്ലെങ്കിൽ യൂസ്ഫുൾ പവർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ ഓഫ് ദ മോട്ടോർ. ഇതാണ് പവർ സ്റ്റേജ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ട്, ഇലക്ട്രിക്കൽ ലോസ്. ഇത് വലുതാക്കി വരയ്ക്കുക, ഇത് ചെറുതാക്കി വരയ്ക്കുക, അത്ര തന്നെ. ഇലക്ട്രിക്കൽ ഇൻപുട്ട് പവർ, ഇലക്ട്രിക്കൽ ലോസസ്. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ EB × IA, മെക്കാനിക്കൽ ലോസസ്. യൂസ്ഫുൾ പവർ ഓർ ആക്ച്വൽ പവർ ഓർ ഔട്ട്പുട്ട് പവർ. മനസ്സിലാവുണ്ടാവും. ഔട്ട്പുട്ട് പവർ ഓർ യൂസ്ഫുൾ പവർ ഓർ ഷാഫ്റ്റ് പവർ, അങ്ങനെയൊക്കെ പറയാം.
ഷാഫ്റ്റ് പവർ. ഇലക്ട്രിക്കൽ പവർ, യൂസ്ഫുൾ പവർ ഓർ ഷാഫ്റ്റ് പവർ. അപ്പോൾ ഇലക്ട്രിക്കൽ ഇൻപുട്ട്, ഇലക്ട്രിക്കൽ ലോസ്, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്, മെക്കാനിക്കൽ ലോസ് ചെറുതായിട്ട് വരയ്ക്കാം. മെക്കാനിക്കൽ ലോസ് മാത്രമല്ല, മെക്കാനിക്കൽ ലോസ് പ്ലസ് അയൺ ലോസ്, then useful power or output power. Okay, this is the power stage of a DC motor. അപ്പോൾ പവർ സ്റ്റേജ് പഠിച്ചു. ഇലക്ട്രിക്കൽ പവർ ഇൻപുട്ട്, ഇലക്ട്രിക്കൽ ലോസ്, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് EB × IA, മെക്കാനിക്കൽ ലോസ്, യൂസ്ഫുൾ പവർ അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ. ഇനി ഇതിൻ്റെ ഇക്വേഷൻസ് ഇങ്ങനെ പറയാം നമുക്ക്. ഇലക്ട്രിക്കൽ ഇൻപുട്ട് മൈനസ് ഇലക്ട്രിക്കൽ ലോസ് ഇസ് ഈക്വൽ ടു മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ്. മനസ്സിലാവുണ്ടോ? ഒന്നാമത്തെ ഇക്വേഷൻ ഇലക്ട്രിക്കൽ ഇൻപുട്ട് minus electrical loss or copper loss or I²R loss is equal to mechanical power developed in the armature. This is mechanical power in the developed in the armature. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിൽ നിന്ന് രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താ? ഇലക്ട്രിക്കൽ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു ഈ ഇലക്ട്രിക്കൽ ലോസ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്താ പറയുക? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ പ്ലസ് ഇലക്ട്രിക്കൽ ലോസ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൽ നിന്ന് ഒരു ഇക്വേഷൻ കൂടി എടുക്കാം. ഇലക്ട്രിക്കൽ ലോസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ മൈനസ് ഇലക്ട്രിക്കൽ ലോസ് അപ്പുറത്തേക്ക് പോകും, ഈ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ ഇങ്ങോട്ട് വരും. അതായത് ഇലക്ട്രിക്കൽ ഇൻപുട്ട് മൈനസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ ഇസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ലോസ്. അതാണ് A - B ഈക്വൽ ടു കോപ്പർ ലോസ് എന്നൊക്കെ എഴുതിക്കണം. നിങ്ങൾ അതിനൊന്നും പഠിക്കേണ്ട, ഒരു ഇക്വേഷൻ പഠിക്കാം. ഇതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ ഈ ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് മൊത്തം 3 ഇക്വേഷനായി. ഒന്ന് ഇലക്ട്രിക്കൽ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ പ്ലസ് ഇലക്ട്രിക്കൽ ലോസ്. മൂന്നാമത്തെ ഇലക്ട്രിക്കൽ ലോസ് അപ്പുറത്തേക്ക് പോകും, മൈനസ് ഇലക്ട്രിക്കൽ ലോസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ഇലക്ട്രിക്കൽ ലോസ്. ദെൻ ഇലക്ട്രിക്കൽ ഇൻപുട്ട് മൈനസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ മോട്ടോർ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ലോസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 3 ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ബേസ് ഇക്വേഷൻ ഏതാ? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ മൈനസ് മെക്കാനിക്കൽ ആൻഡ് അയൺ ലോസ് ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ ഷാഫ്റ്റ് പവർ. അതായത് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ, മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ മൈനസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ മൈനസ് മെക്കാനിക്കൽ ലോസ് പ്ലസ് അയൺ ലോസ്. മെക്കാനിക്കൽ ലോസ് പ്ലസ് അയൺ ലോസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ഔട്ട്പുട്ട് പവർ ഓർ യൂസ്ഫുൾ പവർ. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിൽ നിന്ന് എങ്ങനെ രണ്ട് ഇക്വേഷൻ കൂടി ഉണ്ടാക്കാം. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ ഇസ് ഈക്വൽ ടു യൂസ്ഫുൾ പവർ പ്ലസ് മെക്കാനിക്കൽ ലോസ് ആൻഡ് അയൺ ലോസ്. മൂന്നാമത്തേതാ? മൈനസ് മെക്കാനിക്കൽ ലോസ് ആൻഡ് അയൺ ലോസ് അപ്പുറത്തേക്ക് പോവുക, അപ്പോൾ പ്ലസ് മെക്കാനിക്കൽ ലോസ് ആൻഡ് അയൺ ലോസ്. മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ദ ആർമേച്ചർ മൈനസ് യൂസ്ഫുൾ പവർ ഇസ് ഈക്വൽ ടു മെക്കാനിക്കൽ ലോസ് ആൻഡ് അയൺ ലോസ്. അങ്ങനെ ഇതിൽ നിന്നും 3 ആയിട്ട് മൊത്തം എത്ര ഇക്വേഷൻ പഠിക്കാം? 6 ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. ഇത് മൈനസ് ഇത് ഇസ് ഈക്വൽ ടു ഇത്, അതൊരു ഇക്വേഷൻ. അതിൽ നിന്ന് 2 എണ്ണം, അപ്പോൾ മൊത്തം 3. ഇത് മൈനസ് ഇത് ഇസ് ഈക്വൽ ടു അതൊരു ഇക്വേഷൻ. അതിൽ നിന്ന് 2 എണ്ണം, അപ്പോൾ ഈ 3ഉം ആ 3 എടുക്കുമ്പോൾ ടോട്ടൽ 6. ഞാൻ ഇത് മൈനസ് അത് ഇസ് ഈക്വൽ ടു എന്ന് വെറുതെ പറഞ്ഞേക്കുന്നതല്ല, നോക്കി പറഞ്ഞേക്കുന്നതാണ്, മനസ്സിലാക്കി പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്. പവർ ഫ്ലോ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ പവർ ഫ്ലോ ഡയഗ്രാം പഠിച്ചു, പവർ സ്റ്റേജ് പഠിച്ചു. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ലോസസും പറഞ്ഞു പോയി. ഈ ലോസസിൻ്റെ കാര്യങ്ങൾ അപ്പുറത്ത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് ഇനി പറയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ പവർ ഫ്ലോ ഡയഗ്രാം, ലോസസ് ആൻഡ് എഫിഷ്യൻസി. എന്താ എഫിഷ്യൻസി? പ്രധാനമായിട്ട് ഇതെല്ലാം പരസ്പരം കണക്റ്റഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം എഴുതിയാൽ മതി. ഇലക്ട്രിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ബൈ ഇലക്ട്രിക്കൽ ഇൻപുട്ട്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താ? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി എന്ന് വെച്ചാലോ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ബൈ ഇലക്ട്രിക്കൽ ഇൻപുട്ട്. ഏതാ ഇലക്ട്രിക്കൽ ഇൻപുട്ട്? എ. ഏതാ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്? ബി. ഇലക്ട്രിക്കലിൻ്റെ ഔട്ട്പുട്ടാണ് മെക്കാനിക്കൽ ഇൻപുട്ട്. ഇത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടും ആണ് അതേസമയം തന്നെ മെക്കാനിക്കൽ ഇൻപുട്ടും ആണ്. ഇത് മെക്കാനിക്കൽ ഔട്ട്പുട്ട്, ഇത് ഇലക്ട്രിക്കൽ ഇൻപുട്ട്. അപ്പോൾ നോക്കൂ, എന്താ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി? ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ബൈ ഇലക്ട്രിക്കൽ ഇൻപുട്ട്, അതായത് B/A പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100. എന്താ മെക്കാനിക്കൽ എഫിഷ്യൻസി? മെക്കാനിക്കൽ ഔട്ട്പുട്ട് ബൈ മെക്കാനിക്കൽ ഇൻപുട്ട് C/B പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100. എന്താ ഓവറോൾ എഫിഷ്യൻസി? ആക്ച്വൽ ഔട്ട്പുട്ട് ബൈ ആക്ച്വൽ ഇൻപുട്ട് C/A പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100. അപ്പോൾ 3 എഫിഷ്യൻസി പഠിച്ചു. ഒന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി. ഏതാ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി? B/A. ഏതാ മെക്കാനിക്കൽ എഫിഷ്യൻസി? C/B. ഈ B/A C/B എന്ന് എഴുതിയിട്ട് കാര്യമില്ല. ABC നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്, അത് ബൈഹാർട്ട് ചെയ്യരുത്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടത്. എന്താ ഓവറോൾ എഫിഷ്യൻസി? ആക്ച്വൽ ഔട്ട്പുട്ട് പവർ ബൈ ആക്ച്വൽ ഇൻപുട്ട് പവർ. ഏതാ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി? ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ബൈ ഇലക്ട്രിക്കൽ ഇൻപുട്ട്. എന്താ മെക്കാനിക്കൽ എഫിഷ്യൻസി? മെക്കാനിക്കൽ ഔട്ട്പുട്ട് ബൈ മെക്കാനിക്കൽ ഇൻപുട്ട്.
അപ്പോൾ ഇതാണ് എഫിഷ്യൻസി. 3 തരം എഫിഷ്യൻസികൾ പഠിച്ചു. പവർ സ്റ്റേജിൻ്റെ ഡയഗ്രാം അല്ലെങ്കിൽ പവർ ഫ്ലോ ഡയഗ്രാം പഠിച്ചു. ദെൻ ലോസസും പഠിച്ചു. ആ ലോസസ് 3 ലോസസ് ആണ് ഞാൻ റിപ്പീറ്റിംഗ്. കോപ്പർ ലോസ് അല്ലെങ്കിൽ I²R ലോസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലോസ്. ഒരു DC മോട്ടറിൽ എവിടെയൊക്കെ വൈൻഡിങ് ഉണ്ടോ അവിടെയൊക്കെ കോപ്പർ ലോസ് ഉണ്ടാവുന്നത്. എവിടെയൊക്കെ വൈൻഡിങ് ഉള്ളത്? ആർമേച്ചറിൽ വൈൻഡിങ് ഉണ്ട്, അപ്പോൾ ആർമേച്ചർ കോപ്പർ ലോസ് ഉണ്ട്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ കോപ്പർ ലോസ് ഉണ്ട്. സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ കോപ്പർ ലോസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 ലോസുകൾ DC മോട്ടോറിൽ എവിടേക്കാന്ന് പറഞ്ഞത്? ഒന്നാമത്തേത് കോപ്പർ ലോസ് അല്ലെങ്കിൽ I²R ലോസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലോസ്. അത് എവിടേക്കാണ് ഉണ്ടാവുക? ആർമേച്ചറിൽ ഉണ്ടാവും, ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ ഉണ്ടാവും, സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൽ ഉണ്ടാവും. രണ്ടാമത്തേത് എന്താ? കോർ ലോസ് അല്ലെങ്കിൽ അയൺ ലോസ് അല്ലെങ്കിൽ മാൻറ്റിൽ ലോസ്. എവിടെയാണ് ഒരു മെഷീനിൽ കോർ ഉള്ളത്? DC മോട്ടോറിൽ കോറുണ്ടോ? കോറുണ്ട്. ആർമേച്ചറിൽ കോറുണ്ട്. അപ്പോൾ കോറുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ കോർ ലോസ്. അപ്പോൾ ഇത് വൈൻഡിങ്, ആർമേച്ചർ വൈൻഡിങ് കോർമയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീൽഡ് വൈൻഡിങ്ങും കോർമയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മെഷീനിൽ കോർ ലോസ് ഉണ്ട്. കോർ ലോസിന് പറയുന്ന വേറെ പേരെന്താ? അയൺ ലോസ്. കാരണം ആ കോറിൽ അയണിൻ്റെ കണ്ടന്റ് ഉണ്ട്. ആ കോർ എന്തായിട്ട് മാറുന്നുണ്ട്? മാഗ്നറ്റായിട്ട്. ദർഫോർ അതിന് പറയുന്ന വേറെ പേരെന്താ? മാഗ്നറ്റിക് ലോസ്. അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റരീസിസ് ലോസ് ആൻഡ് എഡ്ഡി കറന്റ് ലോസ്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റരീസിസ് ലോസ് ആൻഡ് എഡ്ഡി കറന്റ് ലോസ്. മൂന്നാമതായിട്ട് മെക്കാനിക്കൽ ലോസ്. മെക്കാനിക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ മെഷീൻ കറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ലോസ്. കണ്ട മൂന്നാമതായിട്ട് ലോസ് മെക്കാനിക്കൽ ലോസ്. മെക്കാനിക്കൽ ലോസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രിക്ഷൻ ലോസ് ആൻഡ് വിൻറ്റേജ് ലോസ്. അപ്പോൾ ഏത് മെഷീൻ എടുത്തു കഴിഞ്ഞാലും ഏതൊക്കെ ലോസാണെന്ന് പറയാൻ പറ്റും. ഒരു അയൺ ബോക്സിൽ ഏതൊക്കെയുള്ളത്? അയൺ ബോക്സിൽ വൈൻഡിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അതിലൊരു വയറുണ്ട്, അപ്പോൾ കറണ്ട് ഉണ്ട്. ആ വയറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കോപ്പർ ലോസ് ഉണ്ട്, അത് ഇലക്ട്രിക്കൽ ലോസ് ഉണ്ട്. മനസ്സിലായ? ഒരു ഫാനിൽ പറയുകയാണെങ്കിൽ അവിടെ വൈൻഡിങ് ഉണ്ട്. ഒരു മോട്ടോറിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ വൈൻഡിങ് ഉണ്ട്. ഇനി അയൺ ബോക്സിൽ അവിടെ ഒരു മെക്കാനിക്കലായിട്ട് ഒരു ആക്ഷൻ നടക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അവിടെ മെക്കാനിക്കൽ ലോസ് ഇല്ല. ട്രാൻസ്ഫോർമറിൽ മെക്കാനിക്കൽ ലോസ് ഇല്ല, അവിടെ മൂവ് ചെയ്യുന്നില്ല. ഫാനിൽ മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ മെക്കാനിക്കൽ ലോസ് ഉണ്ട്. വൈൻഡിങ്ങിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇലക്ട്രിക്കൽ ലോസ് ഉണ്ട്. ഇതിന്മേയൊക്കെ കോറുണ്ട്, കാരണം കോറുമയാണ് വൈൻഡിങ് ചുറ്റിരിക്കുന്നത്, അപ്പോൾ അവിടെ കോർ ലോസ് ഉണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഏത് സംഭവം എടുത്തോ, മിക്സി, അതിൽ വൈൻഡിങ് ഉണ്ട്, അപ്പോൾ കോപ്പർ ലോസ് ഉണ്ട്. അതുമ്പോൾ കോറുമയാണ് വൈൻഡിങ് ചുറ്റിരിക്കണേ, കോർ ലോസ് ഉണ്ട്. മെഷീൻ കറങ്ങുന്നുണ്ട് മിക്സിയിൽ, അപ്പോൾ അവിടെ മെക്കാനിക്കൽ ലോസ് ഉണ്ട്. ട്രാൻസ്ഫോമർ അവിടെ കറങ്ങുന്നില്ല, അയൺ ബോക്സ് അവിടെ കറങ്ങുന്നില്ല, അപ്പോൾ മെക്കാനിക്കൽ ലോസ് ഇല്ല. ഈ പറഞ്ഞ അയൺ ബോക്സിൽ ഇതൊക്കെ കോറുണ്ട്, വൈൻഡിങ് ഉണ്ട്. വൈൻഡിങ് ഇല്ലെങ്കിലും എന്താ പറയുക, ഒരു കോയിൽ, ഒരു റെസിസ്റ്റർ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ കോപ്പർ ലോസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള 3 ടോപ്പിക്കാണെങ്കിലും മൂന്നും വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. ഒന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 1 പവർ ഫ്ലോ ഡയഗ്രാം, 2 ലോസസ്, 3 എഫിഷ്യൻസി. 3 തരം എഫിഷ്യൻസി: ഇലക്ട്രിക്കൽ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.